കാസർഗോഡ് മടിയൻ കുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശോത്സവത്തോടനുബന്ധിച്ച് നടന്ന മീൻ കോവ സമർപ്പണം ഭക്തിയോടൊപ്പം കൗതുക കാഴ്ചയായി. വിവിധ തെയ്യക്കോലങ്ങളും കെട്ടിയാടി. വടക്കൻ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ മടിയൻ കൂലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശോത്സവത്തോടനുബന്ധിച്ചാണ് ഈ അപൂർവ ചടങ്ങ്. മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള സംഘമാണ് മീൻകോവ സമർപ്പണവുമായി ക്ഷേത്രത്തിലെത്തിയത്. അടോട്ട് മൂത്തേടത്ത് കുതിരെ, പെരളം വയൽ എന്നിവിടങ്ങളിലെ ഓരോ കലശവും കിഴക്കുംകര ഇളയടത്ത് കുതിരെ, മടിക്കൈ പെരിയാങ്കോട്ട് ക്ഷേത്രത്തിന് കീഴിലുള്ള തീയർപാലം കളരിയിൽ നിന്ന് 2 കലശവും ഇതോടൊപ്പം എഴുന്നള്ളിച്ചു. കോലധാരികളായ മടിയൻ ചിങ്കം, മടിയൻ കർണമൂർത്തി, മടിയൻ പുല്ലൂരാൻ എന്നിവരാണ് തെയ്യക്കോലമണിഞ്ഞത്. നമ്മൾ കൊണ്ടുവരുന്ന ഇപ്പോൾ കൊല്ലത്തിലെ കലശത്തിന് കൊണ്ടുവരുന്നത് 7 കോവ, അതായത് 49 മീൻ എന്നുള്ള കണക്കിലനുസരിച്ചിട്ടാണ് പണ്ടേ ഗുരുകാരണവന്മാർ കൊണ്ടുവന്ന് അതേ അനുസരിച്ചിട്ട് ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മളെ പുഴയിൽ അത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അടുത്ത പുഴയിൽ പോയിട്ട് എടുത്തിട്ട് അങ്ങനെ കൊണ്ടുവരലാന്ന്. അതാണ് ക്ഷേത്രപാലനീശ്വരനെ ഒന്ന് അത് കെട്ടി തിരിയുമ്പോൾ നമ്മൾ ആ ക്ഷേത്രപാലനീശ്വരനെ കാട്ടിച്ചിട്ട് അവിടെ ആ കലയമ്പള്ളിയിൽ കൊണ്ടുവെക്കും. അതാണ് ഞങ്ങളെ ഇതിപ്പോൾ ഇവിടുത്തെ എല്ലാവരും എടുത്തിട്ട് പോലാം. പിന്നെ ഞങ്ങൾക്ക് അതിൽ പിന്നെ അവകാശമില്ല. അവർക്ക് തന്നെ വീടില്ല ആ തെയ്യം കെട്ടുന്നവർക്കും മറ്റുള്ള അവർക്കെല്ലാം കിട്ടേ വീടില്ല കാരണവന്മാർക്ക് കിട്ടുക അവർക്കാണ്. പിന്നെ നമ്മളത് ചിന്തിക്കില്ല. കൊല്ലക്കാർ അവരെല്ലാം എടുത്തിട്ട് ഓരോന്നെടുത്തിട്ട് പോയിട്ട് അവരെ വീട്ടിൽ വെച്ചിട്ട് വീതിച്ചിട്ട് അവർ ഭക്ഷണം കഴിക്കും. അങ്ങനെയാണ് പറയുന്നത് കേട്ടത്. കനത്ത മഴയിലും നിരവധി ഭക്തരാണ് കലശം കാണാൻ ക്ഷേത്രത്തിലെത്തിയത്. ഇതോടെ ക്ഷേത്രപരിധിയിലെ തെയ്യക്കാലത്തിനും പരിസമാപ്തിയായി. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.